IT ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന IT വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും നിങ്ങളോട് ചോദിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് മാറ്റങ്ങൾ, പുതിയ മാറ്റങ്ങൾ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് വിവരസാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ എന്ന് പറയുന്നത്. അപ്പോൾ ആ മേഖല നൽകുന്ന സാധ്യതകൾ ഇത് എത്രത്തോളമാണെന്നും അവിടുത്തെ സുരക്ഷിതത്വം എത്രയാണ് എന്നുള്ളതും വളർന്നു വരുന്ന തലമുറ എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക് സൈബർ സെക്യൂരിറ്റി എന്നുള്ള വിഷയം ഒരു വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. ആദ്യമായിട്ട് നമുക്കിങ്ങനെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ നേതൃത്വം നൽകിയ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകനായ ശ്രീ ചാന്ദ്രൻ മാഷെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇങ്ങനെയൊരു ക്ലാസ് സംഘടിപ്പിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഷൊർണൂർ ജിടെക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാസ്റ്റർ ട്രെയിനറായിട്ടുള്ള ശ്രീ രവികുമാർ സാറിനെയും ടീച്ചറെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് ഗുണപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിലേക്ക് എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. മാഷേനും മാഷെ IT-യുടെ ക്ലബും IT-യുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു കമ്പ്യൂട്ടർ ലാബുണ്ട്. നന്നായി നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നിട്ട് കമ്പ്യൂട്ടർ ടീച്ചറുണ്ട് ഇല്ലേ? അതാണ് കൊണ്ടത്. അപ്പോൾ അതിൽ കൂടുതലായി ഇവിടെ ഇരിക്കുന്ന രവി സാറ്, ജിടെക് കമ്പ്യൂട്ടർ സെൻ്ററിൻ്റെ രവി സാറ്, ഫസീല ടീച്ചർ, ഇതൊക്കെ ആ മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തികളാണ്. ഒരു കാര്യമാണ് ഇൻഫർമേഷൻ ടെക്നോളജി. തീർച്ചയായിട്ടും ടെക്നോളജി നാൾക്ക് നാൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്ക് എൻ്റെയൊക്കെ ഒരു ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV ഇപ്പം TV എല്ലാവർക്കും നല്ല സുപരിചിതമല്ലേ. TV ഇല്ലാത്തൊരു കാലം ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടോ, അവിടെ ഒരു പൂട്ടിന്റെ ചിത്രം കണ്ടോ? നമുക്ക് സേഫ്റ്റി വേണമെങ്കിൽ പൂട്ടൊക്കെ വേണമല്ലേ? ആവശ്യമുള്ള കാര്യം പൂട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കയറി നമ്മളെ കൺട്രോൾ ചെയ്ത് കളയും അല്ലേ? ഇപ്പൊ നമ്മളെത്ര വീടിനൊക്കെ പൂട്ടെല്ലാം ഗൂഗിൾ അല്ലേ, ഗൂഗിൾ ക്രോമേ ഫയർഫോക്സ് ഒക്കെ ഉണ്ട് അല്ലേ? ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഇങ്ങനെ നമ്മള് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടർ ആളാണ് ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? വിൻഡ് സർഫ് വൈഡ്ലി. വിൻഡ് സർഫ് വൈഡ്ലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. വിൻഡ് സർഫ് വൈഡ്ലി. ഇദ്ദേഹമാണ് 1997 സത്യത്തിൽ ഈ ഇന്റർനെറ്റ്, അതായത് ഇവിടെ എവിടെയെന്ന് അറിയില്ലല്ലോ, ആകാശം പോലെ അത്രയും വിശാലമായിട്ട് കിടക്കല്ലേ ഈ കമ്പ്യൂട്ടർ. എവിടെയെന്ന് നമുക്ക് അറിയില്ലല്ലോ. ആർക്കൊക്കെ ഇപ്പൊ നേരത്തെ കൈ കാണിച്ചവർക്കൊക്കെ 13 വയസ്സായിരുന്നോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കാൻ പാടോ? നമ്മുടെ ഇൻസ്റ്റാഗ്രാമാണ് ഉപയോഗിക്കുന്നത് അല്ലെ? അത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ അമ്മയും അച്ഛനൊക്കെ ഒന്ന് കാണുന്ന ടീച്ചർ നോക്കി തന്നെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിലൊക്കെ ഒരു കുട്ടി പറഞ്ഞിട്ടേ എനിക്ക് എന്റെ അച്ഛന്റെ ഫോണായാൽ മതി. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയോ? അച്ഛൻ ഏത് നേരം ഫോണിനെ നോക്കിയിരിക്കുള്ളൂ, ഇങ്ങനെ നോക്കിയിരിക്കില്ല. ഓരോ ആക്ടിവിറ്റി എത്ര നേരം കണ്ടു എന്നുള്ളതൊക്കെ നമ്മളെല്ലാവരുടെയും ഫോണിലുണ്ട്. എന്താ പറയാ, ഡിജിറ്റൽ ഹാപ്പി ഫാമിലി എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഒഴിവാക്കണം. നിങ്ങളും ഒഴിവാക്കണം, നിങ്ങളുടെ പേരൻസും മൊബൈൽ ഫോൺ അഡിക്ഷൻ ഒഴിവാക്കണം. ഓക്കെ. ക്ലാസ്സിൽ നിന്ന് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അതിനൊരു അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തണം. അതിന് മുന്നോട്ട് വരിക. ആ പേര് വിളിക്കേണ്ട ആവശ്യം സാറ്
ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിൽ അതിലേറെ സപ്പോർട്ടാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ ടീച്ചറല്ലേ, അയ്യോ അവര് ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും വളരെയധികം താങ്ക്സ്, നന്ദി. ഓക്കെ, രവികുമാർ സാറിന് നമ്മുടെ സ്കൂളിന്റെ വളരെ സ്നേഹോപഹാരം അത് നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രധാനാധ്യാപകൻ ശാന്തിലാൽ മാഷെ സ്വാഗതം ചെയ്യുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി കുമാർ സാറെ വെൽക്കം ചെയ്യുന്നു. സൈബർ സെക്യൂരിറ്റി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സാണ് നമ്മൾ ഇത്രനേരം കണ്ടിരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പം ഇന്നത്തെ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രത്യേകം നന്ദി പറയുന്നു. അതേപോലെ സൈബർ സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ അറിവ് പകരുന്ന ക്ലാസ്സായിരുന്നു നമുക്ക് ഇന്ന് കിട്ടിയിരുന്നത്. നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ച മുഖ്യ അതിഥി ശ്രീ രവി മാസ്റ്റർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ എസ് ശാന്തിലാൽ മാഷിനും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ടീച്ചേഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.